SS1 അവസാനത്തെ അധ്യായം 11ാമത്തെ അധ്യായമായ സമൂഹശാസ്ത്രം എന്തിന് എന്ന പാഠഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു പുതിയ ശാസ്ത്ര ശാഖയെ ഈ അധ്യായത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് സമൂഹശാസ്ത്രം. മനുഷ്യൻ ഓരോ സാമൂഹിക സാഹചര്യങ്ങളിലും എങ്ങനെ ഇടപെടുന്നുവെന്നും എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നും ശാസ്ത്രീയമായി പഠിക്കുന്ന സമ്പ്രദായമാണ് സമൂഹശാസ്ത്രം. ഈ അധ്യായം ആരംഭിക്കുന്നത് രണ്ട് വ്യത്യസ്തരായ വ്യക്തികൾ ഒരേ സാമൂഹിക സാഹചര്യത്തെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്ന രീതിയിലൂടെയാണ്. ഒന്ന് MD വാസുദേവൻ നായരും രണ്ടാമത്തത് റോബിൻ ജെഫ്രി എന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞനും. കേരളത്തിൽ നിലനിന്നിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലെ സാഹചര്യങ്ങളെ ഈ രണ്ട് വ്യക്തികളും വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കിക്കാണുകയാണ്. എന്താണ് ഇവയുടെ വ്യത്യാസം? സാമൂഹ്യശാസ്ത്രകാരനും സാഹിത്യകാരനും ഒരേ ആശയത്തെ വ്യത്യസ്ത രീതിയിൽ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് ഒരു പട്ടികയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. സർഗരചന അഥവാ സാഹിത്യകാരൻ്റെ സാമൂഹിക വീക്ഷണം എങ്ങനെയായിരിക്കും എന്നും സമൂഹശാസ്ത്ര പഠനം സാമൂഹ്യശാസ്ത്രകാരൻ എങ്ങനെയാണ് ഒരു സാമൂഹ്യ സംഭവത്തെ തിരിച്ചറിയുന്നത് എന്നുമുള്ള രണ്ട് രീതികളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. തുടർന്ന് സാമൂഹ്യശാസ്ത്രം ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, നരവംശശാസ്ത്രം, മനഃശാസ്ത്രം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതിൽ നിന്നും വേർപെട്ട ഒരു സ്വതന്ത്ര സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് സമൂഹശാസ്ത്രം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പട്ടിക പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സമൂഹശാസ്ത്രത്തിൻ്റെ ഉദ്ഭവം ഏകദേശം 19ാം നൂറ്റാണ്ടോടുകൂടിയാണ്. 3 പ്രധാനപ്പെട്ട വിപ്ലവങ്ങളാണ് സമൂഹശാസ്ത്രത്തിൻ്റെ വളർച്ചയിലേക്ക് നയിച്ചത്. 1 ജ്ഞാനോദയം അഥവാ ശാസ്ത്രവിപ്ലവം, 2 ഫ്രഞ്ച് വിപ്ലവം, 3 വ്യവസായ വിപ്ലവം. ഇതിലൂടെ പടിഞ്ഞാറൻ യൂറോപ്പിൽ വളർന്നു വന്ന സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരനായ അഗസ്റ്റ് കോംതെ എന്ന സമൂഹ ശാസ്ത്രജ്ഞനാണ്. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹശാസ്ത്ര പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചതാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. കാൾ മാർക്സ്, എമൈൽ ദുർഖീം, മാക്സ് വെബർ തുടങ്ങിയ നിരവധി ചിന്തകർ സമൂഹ ശാസ്ത്ര വികാസത്തിന് സംഭാവനകൾ നൽകി. അതേപോലെ ഇന്ത്യയിലും സമൂഹശാസ്ത്ര വികസനത്തിന് നേതൃത്വം നൽകിയ ചിന്തകന്മാരായിരുന്നു ബോംബെ സർവകലാശാലയിൽ സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത്. അത്തരം ചിന്തകരായിരുന്നു GS ഘുരിയെ, AR ദേശായി, SC ദുബെ, MN ശ്രീനിവാസ്, DP മുഖർജി തുടങ്ങിയവർ. തുടർന്ന് നാം എന്താണ് സമൂഹശാസ്ത്രം എന്ന് തിരിച്ചറിയുകയാണ്. അതിനുള്ള നിർവചനം: മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമായി സമൂഹശാസ്ത്രത്തെ കണക്കാക്കുന്നു.
അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്രം സമഗ്രമായി സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. സമൂഹശാസ്ത്രം എന്തിനാണ് പഠിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രസക്തി എന്നാണ് ഇനി നമ്മൾ തിരിച്ചറിയുന്നത്. സ്ക്രീനിൽ നോക്കുക. സമൂഹശാസ്ത്ര പഠനം എന്തിന്? സമൂഹശാസ്ത്ര പഠനത്തിന് വിവിധ തരം പഠന മേഖലകളുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാണ് സമൂഹശാസ്ത്രം മനസ്സിലാക്കുന്നത്? ദേശീയ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, ജാതി സംഘർഷം, ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങളും വ്യക്തികളും സംഭവങ്ങളും എല്ലാം സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ സമൂഹശാസ്ത്രത്തിൻ്റെ വിവിധ പഠന മേഖലകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ തന്നെ സമൂഹശാസ്ത്രം സമൂഹത്തിലെ വിവിധ സംഭവങ്ങളെ മനസ്സിലാക്കുന്നത് 4 തരം പഠന രീതികളിലൂടെയാണ്. 1 സോഷ്യൽ സർവേ, 2 അഭിമുഖം, 3 നിരീക്ഷണം, 4 കേസ് സ്റ്റഡി. ഈ ഓരോ കാര്യങ്ങളെയും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്.